ഈ സംഭവം നടന്നത്. പടിയൂർ പൂവത്തിൻ്റെ അടുത്ത് ഇവിടെ കൂട്ടുകാരെ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടിയാണ്. കൂട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. വന്ന സമയത്താണ് പുഴ കാണാമെന്നും പറഞ്ഞ് പുഴയിലോട്ട് പോയതാണ്. പുഴയുടെ സൈഡിൽ ഒരു കുട്ടി ആദ്യം വഴുതി വീഴുമ്പോൾ മറ്റേ കുട്ടി പിടിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് പുഴയിലോട്ട് പോകുമായിരുന്നു ഉണ്ടായ. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുന്നുണ്ട്. വിശദമായ തെരച്ചിലുണ്ട്. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള CA ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും എല്ലാവരും ജാഗ്രതമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. മൂന്ന് കുട്ടികളാണ്. ഈ കുട്ടിയും വേറെ വന്ന 2 കുട്ടികളും, ചാലോട് അഞ്ചരക്കണ്ടി ഭാഗത്ത് വന്ന 2 കുട്ടികളാണ് സുഹൃത്തുക്കൾ. അവർ ഒരുമിച്ച് പുഴ കാണാമെന്ന് പറഞ്ഞ് പോയതാണ്. ആ സമയത്താണ് ചാലോട് വന്ന കുട്ടികളാണ്. 2 പേരുമാണ് പോയത്. ഷബാനി, സൂരി. പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമായ പടിയൂർ പൂവംപുഴയിൽ 2 വിദ്യാർത്ഥിനികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇരിക്കൂർ സിഗ്ബ കോളേജിലെ BA സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞുടെയും ഹഫ്സത്തിൻ്റെയും മകൾ ഷഹർബാന, ചക്കരക്കല്ല് 4-ാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിൻ്റെയും സൗമ്യയുടെയും മകൾ സൂര്യ എന്നിവരെയാണ് കാണാതായത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ഇവരുടെ സഹപാഠി പടിയൂർ പൂവത്തെ ജസീനയുടെ വീട്ടിലെത്തിയായിരുന്നു 2 പേരും. പുഴക്കരയിലെ വിവിധയിടങ്ങളിൽ നിന്നും മൊബൈൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം പൂവത്തെ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്കിന് സമീപം പുഴയിൽ ഇറങ്ങിയതായിരുന്നു 2 പേരും. ഇവർ പുഴയിൽ വെള്ളത്തിലിറങ്ങുന്നത് കണ്ട് സമീപത്ത് നിന്നും മീൻ പിടിക്കുകയായിരുന്നവരും വാട്ടർ ടാങ്കിന് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനും ഇവരെ വിലക്കിയിരുന്നെങ്കിലും അനുസരിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് പുഴയിൽ മീൻപിടുത്തത്തിലേർപ്പെട്ട പ്രദേശവാസികളായ മുഹമ്മദ് അലിയും ജബ്ബാറും പറഞ്ഞു. അങ്ങ് മേലെ പോയി മഞ്ചേരിപ്പുറം പോയിട്ട് ഫോട്ടോയും വീഡിയോ എടുത്ത് ഇവിടെ വന്ന് ഇവരെന്താക്കി ഇവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് കൈത്തപ്പം വെള്ളത്തിലാണല്ലോ പിള്ളേരുള്ളത്, പോവും. അങ്ങനെ ഇവരോട് പറഞ്ഞ് നമ്മൾ പറഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾ കാര്യം ചെയ്യും, അവിടുന്ന് നമ്മൾ പറയുന്നുണ്ട് കയറിപ്പോടുന്ന്. ഇവർക്ക് കേൾക്കില്ല. പിന്നെ ടാങ്കിൻ്റെ മേലെയുള്ള ഒരാളും പറഞ്ഞ് കയറിപ്പോവാൻ. അത് കേൾക്കാണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വല കെട്ടിയിട്ട് പിള്ളേരോട് കണ്ട് കൊടുത്തിട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. നമ്മളവിടെ കുറച്ച് സ്പോട്ടും എത്തുമ്പോഴേക്കും ഒരാൾ വെള്ളത്തിൽ മുങ്ങിന്. ഒരു പൊന്തി പിന്നെ താന്നിട്ട് പിന്നെ പൊന്തിയിട്ടില്ല. രണ്ടാമത് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ പൊന്തിയും താന്നും വരുന്നത്. അവിടുന്ന് പിന്നെ ആ സ്പോട്ടിൽ നിന്ന് തന്നെ മരിച്ചിന്. അങ്ങ് താഴെ വരെ പൊന്തി വന്ന് ഞാനവിടെ തുള്ളി നോക്കി കിട്ടിയില്ല. പിന്നെ എൻ്റെ വലക്ക് വന്ന് കുടുങ്ങി. കുറേ വരെ വലിച്ച് അവിടുന്ന് പിന്നെ ബോഡി താന്നു പോയി. അങ്ങനെ വെയിൽപ്പെട്ട് താന്നു പോയി. ഇരിട്ടിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയിലെ സ്കൂബ ഡൈവിംഗ് സംഘം ഏറെ നേരം ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. രാത്രി 7:30 തിരച്ചിൽ നിർത്തിവെച്ചു. ബുധനാഴ്ച രാവിലെ കൂടുതൽ സ്കൂബ സംഘങ്ങളെത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് ഇരിട്ടി തഹസിൽദാർ VS ലാലിമോൾ പറഞ്ഞു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് B ഷംസുദ്ദീൻ, ഇരിക്കൂർ പോലീസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.